തമിഴ്നാട്ടിലാണ് മറ്റൊരു വിസ്മയകരമായ മാറ്റം ഉണ്ടായത്. MGRനും ജയലളിതയ്ക്കുമൊക്കെ ശേഷം തമിഴകത്തെ വീണ്ടും ഒരു സിനിമാ താരം ഭരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വിജയ് എന്നാണ്. 108 സീറ്റ് വിജയിക്കുണ്ട്, പക്ഷേ ഒരു 11 സീറ്റിൻ്റെ കുറവും കൂടെയുണ്ട്. അതിപ്പോൾ BJP പിന്തുണ കൊടുക്കുമോ, കോൺഗ്രസ് പിന്തുണ കൊടുക്കുമോ, അങ്ങനെ BJP പിന്തുണ കൊടുത്താൽ NDA പാളയത്തിലേക്ക് വിജയ് പോവോ എന്നൊക്കെയുള്ള ആശങ്ക തമിഴക രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലുണ്ട്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? വിജയുടെ മനസ്സിൽ എന്താണ്? ഇപ്പോൾ തിരശ്ശീലയിൽ മാസ് ഒക്കെ കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന വിജയ്ക്ക് ഈ അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇറങ്ങുമ്പോൾ എത്ര കണ്ട് തിളങ്ങാൻ കഴിയും എന്നൊക്കെ ചോദ്യം അവിടെ ഉണ്ട്. അതാണ് സംസാരിക്കണം. സാർ എന്ത് തോന്നുന്നു? വിജയ് തമിഴ്നാട് ഭരിക്കാൻ പോവുകയാണ്. യെസ്, രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന് ഗവർണൻസ്, മറ്റൊന്ന് പൊളിറ്റിക്സ്. ഇപ്പോൾ ഭരണപരമായിട്ട് ഇവരെല്ലാവരും തന്നെ മിക്കവാറും വിജയ് ഉൾപ്പെടെ അവിടെ നിന്ന് ജയിച്ചു വന്ന ഏതാണ്ട് ഒരു MLA, ഈ 108-ൽ ഒരു MLA മുൻ കോൺഗ്രസ് MLA ആയിരുന്ന ആളാണ്. കുറച്ച് പ്രായമുള്ള ആളാണ്. വിജയുടെ പാർട്ടിയിൽ ചേർന്ന് മത്സരിച്ച് വിജയിച്ചിരിക്കുക. ബാക്കി എല്ലാവരും തന്നെ പുതിയ ആളുകളാണ്. നമ്മൾ പണ്ട് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന സന്ദർഭം ഓർക്കുന്നുള്ളൂ. അതേ ചിത്രമാണ്. അവിടെ ഒരു ഭരണപരിചയവുമില്ല, ഒരു രാഷ്ട്രീയ പരിചയവും ഇല്ലാത്ത ഒരു നിര ആളുകൾ ഒന്നിച്ച് അസംബ്ലിയിലേക്ക് വരികയാണ്. അതേ നിലയിൽ ഇവിടെ ഇതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിമാരോ പ്രസിഡന്റ് വരെ MLA ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ മന്ത്രിമാരും ആവാം, അതും ആവാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം. പക്ഷേ ഞാനതിനെ രസകരമായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിയായ ആം ആദ്മി വരികയാണ് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഈ രാഷ്ട്രീയ രംഗത്ത് വന്നാൽ എന്താണ് കുഴപ്പം? അവരൊക്കെ ഇതിലൂടെയാണല്ലോ കാര്യങ്ങൾ പഠിക്കുക. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഹെഡ് ചെയ്യുന്ന ആൾ തന്നെ അങ്ങനെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, അവിടെ P. സഖായം എന്ന് പറയുന്ന ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ ഏതോ ഒരു മണ്ഡലത്തിൽ, എനിക്ക് തോന്നുന്നു തിരുച്ചി ഈസ്റ്റോ അങ്ങനെ എന്തോ ഒരു മണ്ഡലത്തിൽ, അതായത് വിജയ് തന്നെ 2 മണ്ഡലത്തിൽ മത്സരിച്ച് 2ഇടത്തും ജയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഒഴിയണമല്ലോ. അപ്പോൾ അവിടെ മത്സരിപ്പിച്ച് ആ IAS ഉദ്യോഗസ്ഥനെ നിയമസഭയിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കീ അഡ്വൈസർ എന്നല്ല, ഒരു പക്ഷേ ഒരു മന്ത്രി, പോർട്ട്ഫോളിയോ ഉള്ള ഒരു മന്ത്രിയായിട്ട് തന്നെ ചിലപ്പോൾ വരുമായിരിക്കും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നത്തിന് കുറച്ചൊരു പരിഹാരം കാണാൻ എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് ചിലപ്പോൾ അവിടെ ഒതുങ്ങില്ല. അത് ഭരണത്തിൻ്റെ തലങ്ങളിൽ മറ്റു തലങ്ങളിലുമൊക്കെ ചിലപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എന്നുള്ള ആ നിലയിൽ ഒരു ഹണ്ട് നടത്തുകയും ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവർ കൊണ്ടുവരികയും ചെയ്യുമായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ എക്സ്പീരിയൻസ് പരിഹരിക്കാനുള്ള അതിൻ്റെ കുറവ് പരിഹരിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയത്വം കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ 10-11 MLA പിന്തുണ ആവശ്യമാണ്. എവിടെ നിന്നാണ് അത് കിട്ടുക? അത് നോക്കുമ്പോൾ ഇപ്പോൾ BJP എന്ന് പറഞ്ഞു, BJPക്ക് ഒറ്റ MLA ഉള്ളൂ. BJPക്ക് ഒറ്റ MLA ഉള്ളൂ. DMK ആണ് ബാക്കിയുള്ള അവർ മത്സരിച്ച ബാക്കി ചെറിയ കക്ഷികളുമുണ്ട്. അപ്പോൾ അത് BJP ആ ഒരു MLA കൊണ്ട് കാര്യമില്ല. അവരും ആഗ്രഹിക്കുന്നുണ്ട്, BJP ആഗ്രഹിക്കുന്നുണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. പക്ഷേ ഈ ഒരു MLA മാത്രം വെച്ചിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സഹായം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരുപാട് പദ്ധതികളുടെ കാര്യത്തിലും അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അതൊരു സഹായമാവും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വിജയ് ഓപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതും തമിഴ് ജനതയ്ക്ക് തൃപ്തികരമാവുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുക, ചെറിയ പാർട്ടികൾ, അതിനൊപ്പമുള്ള ചെറിയ പാർട്ടി CPM-ഉം മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുക. അത് ഒരു 11 MLA-മാരിൽ കൂടുതൽ വരുന്ന ബ്ലോക്കായിട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് അവർ DMK സഖ്യത്തിൽ നിന്ന് മാറുന്നു. കോൺഗ്രസും ഈ ചെറിയ കക്ഷികളും DMK സഖ്യത്തിൽ നിന്ന് മാറി വരികയും വിജയിയുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് രണ്ട് നിലയ്ക്ക് വളരെ പ്രധാനമാണ്. ഒന്ന്, ഈ എക്സ്പീരിയൻസ് മറികടക്കാൻ, ഇൻഎക്സ്പീരിയൻസ് മറികടക്കാൻ. ഇപ്പോൾ കോൺഗ്രസിന് അങ്ങനെയാണെങ്കിൽ 2 മന്ത്രിമാരെ വരെ ഓഫർ ചെയ്യണം എന്നുള്ളതാണ് TVKയുടെ പ്ലാൻ. അപ്പോൾ 2 മന്ത്രിമാർ അങ്ങനെ വരുന്നു, വേറൊരു ഭരണപരിചയത്തിലുള്ള വേറൊരു ഈ പറഞ്ഞ IAS ഓഫീസർ വരുന്നു. അങ്ങനെയൊക്കെ ഇതിനെ കുറച്ചൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥാനത്തിലേക്ക് വരിക. മറ്റു കക്ഷികൾക്കും മന്ത്രിസ്ഥാനം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെ, അത് വരുന്നു. അതെ, VCK പട്ടാളി മക്കൾ കക്ഷി. ഓക്കെ, അപ്പോൾ അത് ആ നിലയിൽ കുറേയൊക്കെ മാനേജ് ചെയ്യും. ഇത് കൂടാതെ രാഷ്ട്രീയമായി അത് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ
BJP വിരുദ്ധ രാഷ്ട്രീയത്തെ തുടരാൻ തമിഴ്നാട്ടിൽ ആ രാഷ്ട്രീയത്തിന് ഒരു നിലനിൽപ്പ്, ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കാൻ വിജയ്ക്ക് കഴിയും. അദ്ദേഹം BJPയെയും ദ്രാവിഡ പാർട്ടികളെയും ഒരുപോലെ എതിർത്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കാതെ അദ്ദേഹത്തിനത് മുന്നോട്ട് കൊണ്ടുപോകാം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വിജയ്ക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. അത് ഒരുപക്ഷെ ഈ വോട്ട് എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമായ വോട്ടല്ലല്ലോ. DMKയും BJPയും ചേർന്ന ആ സഖ്യത്തിന് അനുകൂലമായ വോട്ടല്ല. അതുകൊണ്ട് BJPയെ വിളിച്ചുകൂട്ടി ആ വോട്ടിൻ്റെ ഒരു ജനഹിതത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് വരാതിരിക്കാൻ ഈ ഒരു ആംഗിളിലുള്ള സഖ്യമാണ് കൂടുതൽ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് തമിഴ്നാടിന് നല്ലതും എന്നത് ഞാൻ പറയും. കാരണം അതിന് കോൺഗ്രസും കൂടി, നേരത്തെ കോൺഗ്രസ് താല്പര്യപ്പെട്ടിരുന്നു TVKയോടൊപ്പം ചേരാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് കൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇതുവരെ നമ്മൾ കാണേണ്ടത്, ഇതുവരെ DMK സ്വന്തം നിലയ്ക്ക് അവർ മാത്രമേ മന്ത്രിമാരായിട്ടുള്ളൂ. സഖ്യമായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും ക്യാബിനറ്റിൽ അവർ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു സഖ്യ മന്ത്രിസഭയായി മാറും എന്നുള്ള മാറ്റവും വരും. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, എത്രയോ കാലത്തിന് ശേഷമാണ്, 10-30 വർഷത്തിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു സഖ്യ സർക്കാർ തമിഴ്നാട്ടിൽ വരിക. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു മൾട്ടി കളേർഡ് ആൻഡ് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ്, പുറമേ നിന്നുള്ള ഔട്ട്സോഴ്സ് ചെയ്ത എക്സ്പീരിയൻസും എല്ലാം ചേർത്തിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് അത് പോകുന്നത് എന്നാണ് കാണുന്നത്. പക്ഷേ എന്തു വന്നാലും ഭരിച്ചു തുടങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നിടത്താണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടത്. ഈ കാലത്തിനിടയിൽ നമ്മൾ കണ്ട ഉദാഹരണം ആം ആദ്മി പാർട്ടിയുടേത് തന്നെയാണ്. അത് ആദ്യമൊക്കെ കുറേയൊക്കെ എന്താ പറയുക ഡെലിവർ ചെയ്തു. പക്ഷേ പിന്നീട് അവരുടെ തന്നെ അതിനകത്ത് വന്ന പ്രശ്നങ്ങൾ കാരണം അത് തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇവിടെ അത് സംഭവിക്കാതിരിക്കാനുള്ള മെക്കാനിസം കൂടി അവർ നേരത്തെ തയ്യാറാക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിഷാദ്, വലിയൊരു രാഷ്ട്രീയ കൗതുകമാണ് തമിഴ് ജനത. ഇപ്പോൾ BJPക്ക് അവിടെ കാലുറപ്പിക്കാൻ കഴിയുന്നില്ല. ആ നിലയ്ക്ക് വലിയൊരു രാഷ്ട്രീയ മണ്ണ് പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് DMK ഒക്കെ മാറ്റി നിർത്തി ഇപ്പോൾ 2 വർഷം മുമ്പ് പുറത്ത് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിക്ക്, അതൊരു സിനിമാ താരത്തിന് പൂർണ്ണമായും പിന്തുണ കൊടുക്കുന്ന ഒരു ജനവിധി, ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് കാണുന്നതിന്? ഞാൻ സത്യത്തിൽ അത്ഭുതത്തോടെ കാണുന്നവളാണ്. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിരുന്നില്ല. ഇതിനു മുമ്പ് TVKയും വിജയുടെയും സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ സാധ്യതകൾ വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞുകൊടുത്ത ആളാണ് ഞാൻ. എൻ്റെ ആ ജഡ്ജ്മെൻറ്റ് പാളിപ്പോയത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഞാൻ അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു, അവിടെയുള്ള സീനിയർ ജേർണലിസ്റ്റുകളോട് സംസാരിക്കുന്നു, അവിടെയുള്ള ദേശീയ മാധ്യമങ്ങളുടെ ഭാഗമായി അവിടെ വർക്ക് ചെയ്യുന്ന പല ജേർണലിസ്റ്റുകളെയും വിളിച്ച് ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് TVKയ്ക്ക് പരമാവധി പോകാൻ കഴിയുന്ന ഒരു സാധ്യത ഇത്രയാണ്, സഖ്യമില്ലാതെ അതിന് മുന്നോട്ട് പോകാനുള്ള പ്രയാസമുണ്ട്. വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരോട്, പൊളിറ്റീഷ്യന്മാരോടും ഒപ്പം തന്നെ ജേർണലിസ്റ്റുകളോടൊക്കെ സംസാരിക്കുമ്പോഴും എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പോൾ അതുകൊണ്ട് TVക്ക് ഒരു ഭയങ്കര ഷിഫ്റ്റ് ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ മറിച്ച് സംഭവിച്ചു. തമിഴർ വലിയൊരു ആവേശപ്പെരുക്കത്തിൻ്റെ പിന്നാലെ പോവുകയും TVK ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. 2 വർഷത്തെ മാത്രം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പാർട്ടി. അതിന് മുമ്പ് രസികർ മണ്ഡലം, എന്താണ്, ഫാൻസ് അസോസിയേഷനായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ താഴെത്തട്ടിൽ ഫാൻസ് അസോസിയേഷനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലുള്ള സംഗതികളാണ്. അല്ലാതെ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഓർ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ പ്രോസസ്സൊന്നും അല്ലാതെ നടത്തുന്നത്. ഇപ്പോഴും അതിന് നടത്താനുള്ള ശേഷിയില്ല. അപ്പോൾ ഞാനതിനെ ആശങ്കയോടെ കാണുന്ന ഒരാളാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള മാറ്റത്തെ എല്ലാവരും പറയുന്നത്, വിജയും സംസാരിച്ചുകൊണ്ടിരുന്നത് ആൻറ്റി സംഘ് പരിവാർ പൊളിറ്റിക്സ് ആണ് എന്ന് മാത്രവുമല്ല, അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞു, അണ്ണാമലയുടെ കഥ പറയുന്നു, അല്ലെങ്കിൽ പെരിയോറുടെ കഥ പറയുന്നു. അങ്ങനെ സംസാരിക്കുന്ന പ്യുവർ ദ്രവീഡിയൻ പൊളിറ്റിക്സും അഴിമതി രാഹിത്യ ഭരണവും രഹിത ഭരണവും ഒക്കെ ഓഫർ ചെയ്യുന്ന ഒരാൾ ജയിച്ചാലുള്ള കുഴപ്പമെന്നാണ് ചോദിക്കും. ഞാൻ തമിഴ്നാടിനെ കാണുന്നത്, തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്ത്യയിൽ ഇതിപ്പോൾ ഒരു പണ്ട് MGRൻ്റെ ഒക്കെ കാലത്തുണ്ടാവുന്ന സിനിമ, അല്ലെങ്കിൽ ജയലളിതയുടെ കാലത്ത് സിനിമയിൽ നിൽക്കുന്ന ആളുകളോടുണ്ടാവുന്ന ഒരു അഭിനിവേശം, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പ് വിജയം, അവരുടെ അധികാരത്തിലേക്ക് വരവ് എന്ന് പറയുന്നത് പോലെയല്ല ഇപ്പോഴത്തേത്. 2 വ്യത്യാസങ്ങൾ അതിനുണ്ട്. ഒന്ന്, DMK പോലെ ഒരു വലിയ പാർട്ടിയിലേക്ക് വന്നു ചേരുകയായിരുന്നു MGR ഒരു പാർട്ടി ഉണ്ടാക്കി വരികയല്ല. DMKക്ക് അത്രയും വലിയ ദ്രാവിഡ രാഷ്ട്രീയ ആശയത്തിൻ്റെ വേരുണ്ട്. ആ പാർട്ടിയിൽ വന്ന് ചേരുകയാണ് അദ്ദേഹം ചെയ്തത്. ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം മന്ത്രിയാവുന്നു. പിന്നീട് അത് പിളർന്നു പോകുമ്പോഴും ഒരു ദ്രാവിഡ ആശയത്തിൻ്റെ കഷ്ണവും കൊണ്ടാണ് പോകുന്നത്. അതിനപ്പോഴും ആ വേരുണ്ട്. വിജയ് അങ്ങനെയല്ല. വിജയുടെ പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഒരു ഏജൻസിയാണ്. വിജയ് ഒറ്റയ്ക്കല്ല എന്ന കാര്യം ആലോചിക്കണം. വിജയ് 2 വർഷം മാത്രമേ പാർട്ടി ആയിട്ടുള്ളൂ. ഈ വിജയ് പറയുന്ന പൊളിറ്റിക്സും, വിജയ്ക്ക് വേണ്ടി മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങളും, വിജയ്ക്ക് വേണ്ടി മുഴങ്ങിയ പാട്ടുകളും എല്ലാം ഉണ്ടാക്കിയത് പ്രൊഫഷണൽ ഏജൻസീസാണ്. അപ്പോൾ ഞാൻ കാണുന്നത്, വിജയ് ഇത്രയും കാലം രാഷ്ട്രീയത്തിലായിരുന്ന മനുഷ്യൻ ഇപ്പോൾ വന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ത് സംസാരിക്കണം, നമ്മൾ കണ്ടതല്ല. അദ്ദേഹം പ്രോംപ്റ്റ് ചെയ്ത സംഗതികളാണ് പ്രസംഗിച്ചത്. അദ്ദേഹം ഓഫർ ചെയ്യുന്ന ഫ്രീബീസുകൾ, വാഗ്ദാനങ്ങൾ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം, ഇവയെല്ലാം എന്ത്, എവിടെ, എപ്പോൾ പ്രസംഗിക്കണമെന്നത് വേറൊരു ടീം ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. അവരാണ് പറയുന്നത്. ഉള്ള അങ്ങേയറ്റം ആഴത്തിലുള്ള രാഷ്ട്രീയ ബോധത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. എനിക്ക് സംശയമുണ്ട്.
അപ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്, തമിഴ്നാട് മോദി റെജിമിൻ്റെ കാലത്തെ ഒരു തിരുത്തൽ ശക്തിയായിട്ടുള്ള ഒരു പോരാട്ട ഭൂമികയായ ഒരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണ് കേരളം പോലെ. തമിഴ്നാട് അതിൽ പക്കയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യം, തമിഴ്നാട് വളരെ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഫ്ലേവറാൽ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് അല്ലേ. നിറയെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൻ്റെ എല്ലാ ജീവിത പരിസരത്തും ഈ വിശ്വാസം കടന്നിട്ടുണ്ട്. ആ വിശ്വാസത്തിനകത്തേക്ക് കടന്ന് അതിനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാനാണ് എപ്പോഴും സംഘം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാടിനകത്തേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നിന്ന് പുറത്തു പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് ആ വരവിനെ തടയാൻ കംപ്ലീറ്റ് വിജിലൻസ് എപ്പോഴും സ്റ്റാലിനും സ്റ്റാലിൻ്റെ പാർട്ടിയും DMKയും കാണിച്ചുകൊണ്ടേയിരുന്നു. ആ വിജിലൻസ് കൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് അതിനെ അരച്ചു കയറാൻ പറ്റാത്തത്. കാരണം ആ വിജിലൻസ് എന്ന് പറയുന്നത് നിരന്തരമായ പ്രതിരോധം ഒരുക്കിക്കൊണ്ടിരിക്കുക, ഹിന്ദി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എതിർക്കുക, ഏതെങ്കിലും തരത്തിലുള്ള സവർണ്ണ സംഗതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, മാക്സിമത്തിൽ എതിർക്കുന്നതാണ് നമ്മൾ ഉദയനിധി സ്റ്റാലിനൊക്കെ പറഞ്ഞ വർത്താനം ഭയങ്കരമായി ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്ന കണ്ടല്ലോ. ആ വിജിലൻസ് കീപ്പ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ വിജയ്ക്ക് എത്ര പറ്റും എന്നാണ് എൻ്റെ ചോദ്യം. ആ വിജിലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, കൃത്യമായ ആശയ ഭദ്രത വേണം. എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ എവിടെ നിന്നാണ് ഈ അടി വരുന്നത്, ഈ വരുന്ന സാധനം എന്തിനാണ്. BJP ഒരു സംഗതി കൊണ്ടുവരുന്നത് നമുക്ക് ഒറ്റനോട്ടത്തിൽ ഗംഭീരമായിട്ട് തോന്നും, പല പ്രോജക്റ്റും കൊണ്ടുവന്നിട്ടില്ലേ. ആ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ജഡ്ജ് ചെയ്തിട്ട് അതിനെ അപ്പോൾ തടയാൻ, അതിനാണ് ആശയപരമായ കൃത്യത ഉണ്ടാവുക, പൊളിറ്റിക്കൽ വ്യൂ കറക്റ്റായിരിക്കണം. രണ്ടാമത്തേത്, അത് തടയുന്നതിന് തമിഴ്നാട് ഒരു വലിയ സ്റ്റേറ്റാണ്, 6-8 കോടി മനുഷ്യന്മാരുള്ള സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ സംഘടനാ സംവിധാനം പക്കയായിരിക്കണം. ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് വേണം ജനങ്ങളെ നിരന്തരമായി എഡ്യൂക്കേറ്റ് ചെയ്യാനും എല്ലാ തരത്തിലുള്ള ഇൻഫിൽട്രേഷനെ, അധിനിവേശത്തെ, അരിച്ചിറങ്ങലിനെ തടയാനും. ഇത് രണ്ടും വിജയെ സംബന്ധിച്ചില്ല. വിജയെ സംബന്ധിച്ച് സംഘടനയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ പോലെ സംഘടനയാണ്. ആ സംഘടനയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ അവബോധ പ്രശ്നമുണ്ട്. അത് നമ്മൾ ഈ പ്രചരണകാലത്തും കണ്ടാണ്. അവർ ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിക്കും, 10ാം ക്ലാസ്സിലും +2ലും കൂടുതൽ മാർക്ക് മേടിച്ചവരെ അഭിനന്ദിക്കുന്ന പരിപാടി സംഘടിപ്പിക്കും, വീട് വെച്ച് കൊടുക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ തമിഴ്നാട് കാലാകാലങ്ങളായി കൊണ്ടുനടക്കുന്ന ഒരു രാഷ്ട്രീയത്തെ ആ സംഘടനാ സംവിധാനം, ആ സംഘടനാ ശരീരം പേറുന്നില്ല. അതുണ്ടെങ്കിൽ തടയാൻ പറ്റൂ. അത് തടയാൻ കഴിയുന്ന ഒരു വിഷണറി ആയിട്ട് ലീഡർഷിപ്പും അത് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു സംഘടനാ ശരീരവും, ഇത് രണ്ടും TVKയ്ക്കില്ല എന്നാണ് ഞാൻ കാണുന്ന പ്രശ്നം. ഞാൻ പറഞ്ഞ വിജയ് സംസാരിച്ച പൊളിറ്റിക്സ് മുഴുവൻ എന്താണ് തമിഴ്നാട്ടിൽ പറയേണ്ടത്, ഏതൊക്കെ മുൻകാല നേതാക്കളുടെ പേരാണ് പറയേണ്ടത്, ഈ ഒരു പാട്ട് എഴുതുമ്പോൾ ആ പാട്ടിനകത്ത് ഏതൊക്കെ നേതാക്കളും ഏതൊക്കെ സംഗതിയിലും പറയണം, ഇതെല്ലാം ചെയ്തു കൊടുത്ത ഏജൻസിയാണ്. സീരിയസ്ലി ഞാൻ പറയാണ്. ഈ ആവേശം അങ്ങോട്ട് കഴിയും, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആവേശം കഴിഞ്ഞാൽ നേരത്തെ സാർ പറഞ്ഞാൽ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പോവാണ്. ഇതിൽ എത്ര ആളുകൾക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ, തമിഴ്നാടിൻ്റെ ഈ പറഞ്ഞ പ്രതിരോധ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാനും കൊണ്ടുനടക്കാനും പറ്റും. ഈ പ്രസംഗങ്ങളെല്ലാം പൂർണ്ണമായും പ്രോംപ്റ്റ് ചെയ്തായിരുന്നു. കണ്ടില്ല, അവസാന കാലത്ത് അദ്ദേഹം പ്രസംഗിച്ച പറഞ്ഞത് എല്ലാം എഴുതിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് ഏജൻസി ഉണ്ട്, അദ്ദേഹത്തിന് ഒരു സ്ട്രാറ്റജി ടീമുണ്ട്, അവരാണ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ടി അടക്കമുള്ള സംവിധാനങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി ടീമാണ്, വിജയ് ഒറ്റയ്ക്കല്ല. പ്രോംപ്റ്റ് ആർക്കറിയാം. ഇങ്ങനെയുള്ള ചില അവിടെ ഒരു അപകടം ഉണ്ടായല്ലോ, കരൂരിൽ അപകടം ഉണ്ടായ സമയത്ത് വിജയ്ക്ക് പ്രോംപ്റ്റ് ഉണ്ടായില്ല. ആളുകൾ മരിച്ചു വീഴുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒരു നേതാവ് എന്ന നിലയ്ക്ക്, അദ്ദേഹത്തിന് പ്രോംപ്റ്റ് ഉണ്ടായില്ല. അദ്ദേഹം ഒറ്റയടിക്ക് ചെന്നൈക്ക് പോയി ആഴ്ചകളെടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്ന് ആലോചിച്ചത്. എന്നിട്ട് അദ്ദേഹം അവിടെ സന്ദർശിക്കാൻ വന്നില്ല ആ സമയത്ത്. കാരണം ആ സമയത്ത് ഒരു കൗണ്ടർ പ്ലാൻ ഉണ്ടായില്ല. അപ്പോൾ വിജയ് അങ്ങനെ ഒരാളല്ല. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുകയും സിനിമയിലെ രാഷ്ട്രീയം, സിനിമയിൽ പോലും സീരിയസ് രാഷ്ട്രീയം ഒന്നും പറഞ്ഞു കണ്ടില്ല, ചില സംഗതികളൊക്കെ പറഞ്ഞല്ലാതെ. അപ്പോൾ ഈ പ്രശ്നം തമിഴ്നാട് അനുഭവിക്കുമോ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ആശങ്ക. അദ്ദേഹം കുറേ ഫ്രീബീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിന് 48,000 കോടി രൂപ അങ്ങോട്ട് ചിലവ് വരും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പരിപാടികൾ നടത്താൻ. അത് താങ്ങാൻ ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GDP ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്, ഏറ്റവും സാമ്പത്തിക സുസ്ഥിരതയുള്ള സംസ്ഥാനം, പാകിസ്ഥാനേക്കാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സംസ്ഥാനത്ത് പക്ഷേ എന്നാലും അതിന് ധനക്കമ്മി പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ 48,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈസി അല്ല അത് ഡെലിവർ ചെയ്യാൻ. ഒന്നാമത്തെ അത് വേറൊരു കാര്യമാണ്. അത് വിശ്വസിച്ച് വോട്ട് ചെയ്ത മനുഷ്യരുണ്ടാവും. വിജയുടെ അദ്ദേഹം സിനിമയിൽ കാണിക്കുന്ന അതേ സംഗതി അദ്ദേഹത്തിൻ്റെ ഭരണത്തിലും കാണിക്കുന്ന വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിണറായി വിജയനെക്കുറിച്ച് പോലും നമ്മൾ വിചാരിച്ചു. പക്ഷേ നടന്നത് വേറെ ചില കാര്യങ്ങളാണല്ലോ. സോ അതുകൊണ്ട് ഇത് തമിഴ്നാടിൻ്റെ പ്രത്യേകത, ഒന്ന് ഇത്രയും പൈസയുള്ള ഒരു സംസ്ഥാനം, രണ്ട് ഇത്രയും വലിയ പൊളിറ്റിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഇത്രയും വേരുകളുള്ള ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്തെ കൊണ്ടു നടക്കാൻ വിജയോട് നമുക്ക് ഒരു വിയോജിപ്പില്ല. വിജയ് സംസാരിച്ചത് മുഴുവൻ സൗഹാർദ്ദത്തിൻ്റെയും സമതുലിതയുടെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയമാണ്. സാമൂഹ്യനീതി പറയുന്നു. ആ സാമൂഹ്യനീതിയുടെ സംഘപരിവാർ വിരുദ്ധയുടെ രാഷ്ട്രീയമാണ്. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ രാഷ്ട്രീയത്തെ 5 വർഷം പ്രായോഗിക തലത്തിൽ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് രാഷ്ട്രീയമായും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും രാഷ്ട്രീയമായി ശേഷിയുണ്ടോ എന്ന ആശയം കുഴപ്പം മാത്രമേ എനിക്കുള്ളൂ. അവിടെ ഉണ്ടാകുന്ന ഏത് വിള്ളലും ADMK തകർന്നപ്പോൾ DMK ശക്തമായിരുന്നു. ഇപ്പോൾ DMKയും ഇല്ല, ADMKയും ഇല്ല. ഇപ്പോൾ ഉള്ളത് വിജയുടെ സംഗതിയാണ്. ആ സംഗതിയെ ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും ആൾക്കൂട്ടത്തിന് സ്വഭാവത്തിനുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഏത് വിള്ളലും ഏത് ലൂസായ അറ്റ്മോസ്ഫിയറും സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തിന് കാരണമാകും. കാരണം കേരളത്തെക്കാൾ മുന്നിൽ നരേന്ദ്രമോദിയും അമിത്ഷായും കണ്ടുവച്ചിരിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ എന്ത് വില കൊടുത്തും കടന്നു കയറണമെന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ അവസാനത്തെ പ്ലാനിൽ അത് കഴിഞ്ഞേ ഉള്ളൂ കേരളം. സോ അതുകൊണ്ട് തമിഴ്നാട്ടിൽ
എന്തൊക്കെയോ ചിലത് സംഭവിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടി ഇതുപോലെ വന്നതായിരുന്നു. അവസാനം അതിലെ പ്രധാനികൾ ചെന്ന് ചേർന്ന് എവിടെയാണെന്ന് നാം കണ്ടു, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നാം കണ്ടു. സോ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കേണ്ട ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ മന്ത്രിയായാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ചില ഉത്തരങ്ങളില്ലേ, അതുപോലുള്ള ഉത്തരങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നതെന്ന് തോന്നുന്നു. അത് സംഭവിച്ചതുപോലെയുണ്ട് ഇപ്പോൾ. യെസ്, നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിയാലേ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ വിജയ് അങ്ങനെ വലിയൊരു നേട്ടം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന ദിവസങ്ങളിൽ പക്ഷേ എനിക്ക് കാര്യങ്ങളുടെ ഒരു മൂഡ് മനസ്സിലായിരുന്നു. സോഷ്യൽ മീഡിയ നിറയെ ആൾക്കാർ വിജയ്ക്ക് വോട്ട് ചെയ്യുന്നു. അവർക്ക് റീസൺ ഒന്നുമില്ല, അവർ ആ ഒരു മൂഡിൻ്റെ ഒരു ഹൈപ്പിലാണ് ഉള്ളത്. എല്ലാവരെയും വോട്ട് ചെയ്യാൻ നിർബന്ധിക്കുന്നു, ബെറ്റ് വെക്കുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി തമിഴ്നാടിൻ്റെ മൂഡ് ചേഞ്ച് ആയി എന്ന് ഞാൻ ഓഫീസിലൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇതിന് ഈ റിസ്ക് എലമെൻറ്റ് വളരെ സീരിയസ് ആയിട്ട് അവിടെ അലാമിംഗ് ആയി നിൽക്കുകയാണെന്ന് ഞാൻ പറയാം. യെസ്, അപ്പോൾ സിനിമയല്ല റിയാലിറ്റി എന്ന് ഒരുപോലെ വിജയും തമിഴകത്തെ ജനതയും തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ എന്താകും ഇനി തമിഴകത്തിൻ്റെ ഭാവി എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.